ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു, കാലം കളയരുതേതുമിനിയടോ. ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളുവൻ നിന്നെ നിർണയം. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്വാ മഹാസിംഹനാദം രവീസുതൻ. ഊടേ വിയർക്കയും നാടികൾ ചീർക്കയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും കാലനും കാലകാലൻ താനുമുള്ള പോർ ബാലി സുഗ്രീവ യുദ്ധത്തിനൊവ്വാദൃഢം. രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ, രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരാർത്തുകൊണ്ടാടി പുകഴ്ത്തിയും കണ്ടീല വാട്ടമൊരുത്തനുമേതുമേ. അച്ഛൻ കൊടുത്തോരു മാല ബാലിക്കുമുണ്ടച്യുതൻ നൽകിയ മാല സുഗ്രീവനും. ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതർക്ക തനയനു വിഗ്രഹം. സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടി പ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥ നന്ദനൻ ബാലിതൻ. വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷഷണ്ഡം മറഞ്ഞാശു മഹേന്ദ്രമാം അസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമാറയച്ചരുളിടിനാൻ. ചിന്നതു ബാലിതൻ മാറിൽ തറച്ചളവൊന്നലറി വീണിടിനാൻ. ബാലിയും ഭൂമിയും ഒന്നു വിറച്ചിതന്നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മരുൾ സുതൻ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഓം ശാന്തി. ശ്രീരാമനും സുഗ്രീവനും ലക്ഷ്മണനും ഹനുമാനും 4 പേരും ചേർന്ന് സഖ്യമായി. അങ്ങനെ രാമസുഗ്രീവ സഖ്യം ശക്തമായിരിക്കുന്ന സഖ്യത്തോടുകൂടി ഇനി 2 കൂട്ടരും പരസ്പര ദുഃഖങ്ങളില്ലാതാക്കാൻ, 2 പേരും തുല്യ ദുഃഖിതരാണ്. സുഗ്രീവൻ്റെ പത്നീനെ ബാലി തട്ടിയെടുത്തുകൊണ്ട് സുഗ്രീവനും പത്നി വിയോഗത്താൽ രാജ്യമില്ലാത്തതിനാലും പത്നിയില്ലാത്തതിനാലും വിഷമിക്കുന്നു. ശ്രീരാമനും അതെ, വനവാസിയായി വന്നു, പത്നിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ട് 2 പേരും ശരിക്കും പറഞ്ഞ തുല്യ ദുഃഖിതരാണ്. അപ്പോൾ പരസ്പരം കൈകോർത്തുകൊണ്ട് ഒന്നിച്ചിരുന്നാൽ സുഗ്രീവൻ്റെ ദുഃഖത്തെ രാമനും ഇല്ലാതാക്കാം, രാമൻ്റെ ദുഃഖത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സുഗ്രീവൻ സഹായിക്കുകയും ചെയ്യാന്നുള്ളതായിരിക്കുന്ന ഒരു സഖ്യത്തോടെ 2 കൂട്ടരും കൂടി
കിഷ്കിന്ധ നഗരിയിലേക്ക് വരികയാണ്. അതായത് സുഗ്രീവൻ ബാലിയെ വെല്ലുവിളിക്കും. രണ്ടുപേരും കൂടെ യുദ്ധം ചെയ്യുമ്പോൾ മരത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ശ്രീരാമൻ ബാലിയെ അസ്ത്രമയച്ചു വധിക്കാമെന്നും അത്തരത്തിൽ സുഗ്രീവന് രാജ്യം നേടിയെടുക്കാമെന്നായിരുന്നു പരസ്പര ധാരണ. അതുപ്രകാരം സുഗ്രീവൻ ബാലിയെ വെല്ലുവിളിച്ചു. ബാലി വന്നു യുദ്ധത്തിന് വേണ്ടി. ആദ്യത്തെ പ്രാവശ്യം ബാലി പൂർണ്ണമായിരിക്കുന്ന അഹങ്കാരത്തോടു കൂടി മരണം വരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണവൻ എന്നതായിരിക്കുന്ന വാശിയോടെ വരും, യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്തു. ആദ്യത്തെ ഘട്ടത്തിൽ യുദ്ധത്തിൽ സുഗ്രീവൻ ഇടികൊണ്ട് അവസാനം തളർന്ന് ബാലിയുടെ കൈകൊണ്ട് വധിക്കപ്പെടുമെന്ന് തോന്നിയപ്പോൾ ഓടി രക്ഷപ്പെടുകയാണ്. രാമൻ്റെ അടുത്ത് ചെന്ന് ചേർന്നിട്ട്, എന്ത് പണിയാണ് ഈ ചെയ്യുന്നത്? എന്നെ ബാലിയുടെ കൈകൊണ്ട് വധിപ്പിക്കാനായിരുന്നുവെങ്കിൽ അങ്ങനോട് മിത്രത കാണിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അപ്പം രാമൻ പറയാം, എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല, രണ്ടുപേരും ഒരുപോലെ തോന്നിപ്പോയി, അതുകൊണ്ടാണ് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യൂ, ഈ മാല അണിഞ്ഞുകൊണ്ട് പോവാൻ പറഞ്ഞുകൊണ്ട് മാല കഴുത്തിലിട്ട് കൊടുത്ത് പറഞ്ഞേക്കുകയാണ്. അങ്ങനെ അച്യുതൻ കൊടുത്ത മാല സുഗ്രീവൻ്റെ കയ്യിലും അച്ഛൻ കൊടുത്ത മാല ബാലിയുടെ കയ്യിലും, രണ്ടുപേരും പരസ്പരം വീണ്ടും വിളിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ബാലിയുടെ പത്നിയായിരിക്കുന്ന താര പറയുന്നുണ്ട്, ഒരിക്കൽ തോറ്റുപോയ ആൾ അപ്പം തന്നെ വീണ്ടും വന്ന് വെല്ലുവിളിക്കണമെങ്കിൽ ഒരിക്കലും സ്വന്തം ശക്തിയിൽ അഹങ്കരിച്ചു കൊണ്ടായിരിക്കില്ല, പിന്നിൽ ആരോ ഒരാൾ സഹായിക്കാനുണ്ടെന്ന് ഉറപ്പാണ്, അതുകൊണ്ട് അങ്ങ് ഈ നേരത്തെ യുദ്ധത്തിന് പോകരുത്. അപ്പോൾ ബാലി പറയും, അങ്ങനെ എന്നെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ശക്തിയും അവന് കൂട്ടുകൂടാനില്ല, ഞാൻ തന്നെയാണ് ശക്തൻ എന്ന് പറയുകയാണ്. ഇവിടെ നമുക്ക് ബാലിയുടെ അഹങ്കാരത്തിന് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ സന്ദർഭത്തിൽ പത്നി പറയുന്നുണ്ട്, മകൻ കാട്ടിൽ പോയ സമയത്ത് സുഗ്രീവനും ശ്രീരാമനും കൂടി സഖ്യമുണ്ടാക്കിയെന്നും അവരൊത്തുചേർന്ന് മുന്നോട്ട് പോകുന്നതായിട്ട് കണ്ടതുമായിട്ടും എന്നോട് വന്ന് വിവരം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ശ്രീരാമൻ്റെ സഹായത്തോടെ ആയിരിക്കാം സുഗ്രീവൻ വീണ്ടും വന്ന് അങ്ങയെ വെല്ലുവിളിക്കുന്നത്, അതുകൊണ്ട് യുദ്ധത്തിന് പോകരുതെന്ന് പറയുകയാണ്. അപ്പോഴും ബാലിക്ക് ഓവർ കോൺഫിഡൻസ് ആണ്. ഞാനും നാരായണ ഭക്തനാണ്, അതുകൊണ്ട് അഥവാ ശ്രീരാമൻ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എൻ്റെ അടുത്ത് വരികയുള്ളൂ, ഞാൻ കൊണ്ടു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് രാമൻ ഒരിക്കലും സുഗ്രീവൻ്റെ കൂട്ടുകൂടില്ല, എൻ്റെ അടുത്തേ വരുള്ളൂ എന്ന് പറയുകയാണ്. ഇങ്ങനെ തൻ്റെ അമിത അഹങ്കാരം കൊണ്ട് പത്നിയുടെ വാക്കോ മകൻ്റെ വാക്കോ കേൾക്കാതെ കണ്ട് ബാലി വീണ്ടും യുദ്ധത്തിന് വേണ്ടി വരികയാണ്. ഈ സന്ദർഭത്തിലാണ് ശ്രീരാമൻ ഒളിയമ്പ് അയക്കുന്നതും അസ്ത്രം ഹൃദയത്തിൽ തറച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് ബാലി അവിടെ വീണ് മരണപ്പെടുന്നതും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ രാമായണത്തിൽ എത്തി നിൽക്കുന്നത്. സിസ്റ്ററേ, രാമൻ മര്യാദ പുരുഷോത്തമനാണല്ലോ. അതെ. പിന്നെ എങ്ങനെയാണ് ഒളിയം പെയ്യുന്നത്? അതെ, അതിനൊരു കാരണം രാമായണത്തിൽ പറയുന്നുണ്ട്. ബാലിയുടെ മുന്നിൽ ഏത് ശത്രു വന്നാലും, ബാലിക്കൊരു വരം കിട്ടിയിട്ടുണ്ട്, ബാലിയുടെ മുന്നിൽ ഏത് ശത്രു വന്നാലും അവരുടെ പകുതി ശക്തി ഉടനെ ബാലിക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ബാലിയുടെ മുന്നിൽ വന്നൊരിക്കലും ബാലിയെ വധിക്കാനാവില്ല. അതുകൊണ്ട് ഒളിച്ചു നിന്ന് മുന്നിൽ വരാതെ നിന്ന് മാത്രമാണ് രാമൻ്റെ ശക്തി ബാലിക്ക് കൊടുത്താൽ പിന്നെ ഇല്ലാണ്ടാക്കുന്ന കഥ അവിടെ വരുന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു കർമ്മം ചെയ്തു എന്ന് പറയാം. അതിനുപരിയായിട്ട് വാത്മീകി മഹർഷി ഈ സന്ദർഭം അതെ നമുക്ക് മനുഷ്യന്മാർക്ക് വേണ്ടി ആധ്യാത്മികമായിരിക്കുന്ന രഹസ്യങ്ങളുടെ കലവറ തുറന്നു വച്ചിരിക്കുകയാണ്. ഇവിടെയും പറയുകയാണ്, കാരണം ഈ സന്ദർഭത്തിൽ ബാലി സുഗ്രീവന്മാരെ ഒരു ജീവാത്മാവിൻ്റെ മനസ്സ് ബുദ്ധി എന്നതായിരിക്കുന്ന രണ്ട് വിശേഷതകളുടെ യുദ്ധം കാണിക്കുകയാണ്. ജീവിതത്തിൽ അങ്ങനെയല്ലേ, ഒരു നല്ല കാര്യത്തിന് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മനസ്സിൻ്റെ സ്വഭാവം അത് പെട്ടെന്ന് ഇമോഷണലാവും. എന്തൊരു കാര്യത്തിൽ ഇമോഷണലാവുന്നത് എന്താണ്? മനസ്സാണ്. ഇമോഷണലി ചാർജായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊന്നും യാതൊരു വകതിരിവുണ്ടാവില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ ഗുഹയിൽ നിന്ന് ഒഴുകി വന്നത് രക്തമായി കണ്ടപ്പോൾ അത് രക്തമാണോ മായാ രാക്ഷസൻ അതിനെ രക്തമാക്കി കാണിച്ചതാണോ എന്ന് തിരിച്ചറിയാനൊന്നും സുഗ്രീവന് പറ്റിയില്ല. സുഗ്രീവൻ ഇമോഷണലായി, എൻ്റെ ജ്യേഷ്ഠനെ വധിച്ചു കഴിഞ്ഞല്ലോ, ഇനി ഞങ്ങൾക്ക് രക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഗുഹാമുഖം അടച്ചവിടുന്ന് ഓടിപ്പോരുകയാണ്. വാസ്തവത്തിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടാവുമ്പോൾ മനസ്സൊരു വലിയ ഗുഹ തന്നെയാണ് അല്ലേ. കാരണം അതിസൂക്ഷ്മല്ലേ ആത്മാവ്, സൂക്ഷ്മാതിസൂക്ഷ്മമായിരിക്കുന്ന ആത്മാവിരിക്കുന്ന ആ ആത്മാവിൻ്റെ ഉള്ളിലോ വിശാലം ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന പോലെയാണ് മനസ്സ്. ഈ സെക്കൻഡിൽ അമേരിക്കയെക്കുറിച്ച് ചിന്തിച്ചാൽ അവിടെ ദൃശ്യം നിങ്ങൾക്കറിയെങ്കിലും മനസ്സും ബുദ്ധിയും കൂടി ഓടും അങ്ങോട്ടേക്ക്.
അവിടുത്തെ ആ മഞ്ഞ് എടുത്ത് കളയുന്നത്. ഞാൻ 1-2 വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ മഞ്ഞ് വീഴ്ചയിൽ ഇങ്ങനെ മഞ്ഞ് വീടുകളുടെ മേലെ കിടക്കുന്നതും ഒരു മെഷീൻ പോലൊരു സാധനം കൊണ്ട് ഇങ്ങനെ മുറിച്ചിടുന്നതും. അപ്പോൾ അത് പറയുമ്പോൾ അവിടുത്തെ ആ മഞ്ഞ് നിറഞ്ഞ് നിൽക്കുന്ന, മഞ്ഞ് വീണിട്ട് ഇങ്ങനെ ഇലകളിൽ നിന്നൊക്കെ പൊഴിയുന്ന, ഞാനിത് പറയുമ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ബുദ്ധിയുടെ ഒരു വിശേഷത മനസ്സും അങ്ങനെയാണ്. മനസ്സ് ഇത്തരത്തിൽ മനസ്സും ബുദ്ധിയും കൂടി കാണാത്ത കേൾക്കാത്ത ഒരു കാര്യങ്ങളും ഇല്ല. രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. രണ്ടുപേരും ശക്തിശാലികളുമാണ്. മനസ്സും ശക്തിശാലിയാണ്, ബുദ്ധിയും ശക്തിശാലിയാണ്. സുഗ്രീവനും ശക്തിശാലിയായി കാണിക്കുന്നു, ബാലിയും ശക്തിശാലിയായി കാണിക്കുന്നു. എങ്ങനെ നിൽക്കുന്ന മനുഷ്യൻ്റെ മനസ്സും ബുദ്ധി ശക്തിശാലിയാണ്. ചഞ്ചലമായി നിൽക്കുന്ന മനുഷ്യൻ്റെ മനസ്സും ബുദ്ധിയും അപ്പോഴും അത് ശക്തിശാലിയാണ്. പക്ഷെ ശക്തിശാലിയാണെങ്കിൽ പോലും ഇമോഷണലി ചാർജ് ആകുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് സാധ്യമല്ല. പലപ്പോഴും നമ്മൾ കാണുന്നില്ലേ, മനുഷ്യന്മാർ ക്രോധത്തിന്, ആവേശത്തിന് അടിമയായിക്കൊണ്ട് സ്വന്തം ജീവിതത്തിന് തന്നെ തകർത്ത് കളയുന്നത്. വികാരങ്ങൾക്ക് അധീനരായി മാറിക്കഴിയുമ്പോൾ, ക്രോധം കൊണ്ട് ഒരാൾ മറ്റൊരാളെ വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ ഞാനും പോയി ജയിലിൽ കൊടുക്കണമെന്നറിയാം, എന്നാലും കുഴപ്പമില്ല, അവനെ ഞാൻ തീർക്കട്ടെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ചിന്ത ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതല്ലേ നമ്മൾ മർക്കട മുഷ്ടി എന്നൊക്കെ പറയുന്നത് തന്നെ. അപ്പം മനസ്സിന് ഇമോഷണലി ചാർജ് ആവുമ്പോൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഒരു വിവരം ഉണ്ടാവില്ല. അങ്ങനെ അടച്ചു വെച്ച ആ ഗുഹേനെ, ചിന്തിക്കാനുള്ള വിവേചന ശേഷിനെ അടച്ചു വെച്ചിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ബുദ്ധി വന്ന് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യും. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, ഞാൻ ആ സമയത്ത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല എൻ്റെ മനസ്സിൻ്റെ ഫീലിങ്സ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, ഞാൻ ആ വിഷമം കൊണ്ടങ്ങനെ പറഞ്ഞു പോയതാണ്, ഞാൻ ആ വിഷമം കൊണ്ടങ്ങനെ ചെയ്തു പോയതാണ്, അതോടെ കഴിഞ്ഞു എൻ്റെ ജീവിതം. കാരണം അവരുടെ മനസ്സ് ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ബുദ്ധി എല്ലാ സമയത്തും അവരെ കുത്തിക്കൊണ്ടിരിക്കും. ജീവിതത്തിലൊരു ബ്ലാക്ക് ആയിട്ടുള്ള എന്തെങ്കിലും മോശമായിട്ടൊരു കർമ്മം ചെയ്ത ഒരാളാണെങ്കിൽ അതിനെ ഇനി പോട്ടെ എന്ന് വിചാരിച്ച് വിട്ട് മുന്നോട്ട് പോകുമ്പോഴും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഉള്ളിന്ന് കുത്തും. നീ അങ്ങനെ ചെയ്തിട്ടില്ല, നീ അത്ര ശുദ്ധമൊന്നുമില്ല, നീ അങ്ങനെ പറയണ്ട, നീ അത്ര ശുദ്ധനൊന്നുമല്ല, കുത്തിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ബുദ്ധി കുത്തിക്കൊണ്ടേയിരിക്കും. അപ്പം മനസ്സും ബുദ്ധി എന്ന് പറയുന്നത് ഇത്തരത്തിൽ പരസ്പര പൂരകങ്ങളെ പോലെ പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ മനസ്സ് വീക്കായി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി സദാസമയം അടിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ബാലി സുഗ്രീവനെ അടിച്ചു പുറത്താക്കി. പിന്നെ ശാന്തമാവാനുള്ള വഴി എന്താണ്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഋഷ്യമുഖാചലം. മനസ്സിന് പിന്നെ ശാന്തമാക്കാൻ എന്തേ വഴിയുള്ളൂ? ഏതെങ്കിലും ഒരു രീതിയിൽ കുറച്ച് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യൂ, മനസ്സിനെ ശാന്തമാക്കൂ, മൗനമാക്കൂ, പോസിറ്റീവ് തോട്ട്സിനെ സ്വീകരിക്കൂ. ആ പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് നിരന്തരമായി ചാർജ് ചെയ്ത് മനസ്സിൽ ഞാൻ ചെയ്തു പോയി എന്നുള്ളതായിരിക്കുന്ന ഇമോഷണലായിട്ടുള്ള ഫീലിങ്സിനെയൊക്കെ വാഷ് ചെയ്ത് കളയാം. ആ ഫീലിങ്സ്, ഇമോഷൻസ് പോയി കഴിഞ്ഞാൽ അത് വെറും മെമ്മറി മാത്രമാവും, അത് നമ്മൾ ചാർജ് ചെയ്യിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ നമുക്ക് ബുദ്ധിയുടെ ഈ ഒരു കുത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ മനസ്സും ബുദ്ധിയുമാണ് വാസ്തവത്തിൽ ബാലിയും സുഗ്രീവനുമായിട്ട് കാണിക്കുന്നത്. പക്ഷേ ബാലിയുടെ കുഴപ്പം എന്താ സംഭവിച്ചത്? നല്ല ബുദ്ധിയുള്ള ആൾക്കാർ നമ്മൾ കാണാറില്ല ലോകത്തിൽ, ബുദ്ധിശക്തി, അവർ തീക്ഷ്ണ ബുദ്ധിശക്തിയുള്ളവരാണ്. ഓൾമോസ്റ്റ് അവർ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കും, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിരിക്കും, അവർക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടറിയാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, അവർക്ക് ഇൻറ്റ്യൂഷനെ അനുസരിച്ച് പ്രവർത്തിക്കാൻ, ക്വിക്ക് ഡിസിഷൻ എടുക്കാൻ, വിപതി ധൈര്യം, ഇതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഓവർ കോൺഫിഡൻസ്, അതാണ് കാണിക്കുന്നത്. ബാലിയുടെ ഓവർ കോൺഫിഡൻസ് ആണ്. ഞാൻ രാമൻ അഥവാ ഒരു സഹായം തേടണമെങ്കിൽ എൻ്റെ അടുത്തേ വരൂ എന്നതായിരിക്കുന്ന വിചാരം. അപ്പോഴും സ്വന്തം കർമ്മത്തെ വിശകലനം ചെയ്യുന്നില്ല. കാണുന്നില്ലേ, രാമൻ്റെ അടുത്ത് അസ്ത്രം തറഞ്ഞ് കിടക്കുന്ന സമയത്ത് ബാലി ശ്രീരാമനോട് നേരിട്ട് ചോദിക്കുന്നുണ്ട്, ഈ വാനരൻ്റെ മാംസം നിങ്ങൾ രാജാക്കന്മാർക്ക് ഭക്ഷ്യയോഗ്യമല്ലല്ലോ, പിന്നെ എന്തിനു വേണ്ടിയാണ് എന്നെ അങ്ങ് അസ്ത്രം തറച്ചു കൊന്നത്? ഇനി അഥവാ അങ്ങേക്ക് തൻ്റെ പത്നീനെ വീണ്ടെടുക്കാനായിരുന്നു ആവശ്യമെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ, ഞാൻ കൊണ്ടുതരില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് രാമൻ തന്നെ അതിനുള്ള ഉത്തരം കൊടുക്കുന്നുണ്ട്. നിനക്കറിയാലോ, ധർമ്മം എവിടെയുണ്ടോ അവിടെ ഞാൻ കൂട്ടുനിൽക്കുള്ളൂ. നീ അധർമ്മത്തിൻ്റെ പാതയിൽ പോയതുകൊണ്ടാണ് ഞാൻ നിന്നെ ഒളിയമ്പെയ്ത് കൊല്ലാൻ കാരണമായുന്നത്. കാരണം നിനക്കറിയാലോ, സ്വന്തം പുത്രി, മാതാവ്, സഹോദര പത്നി, ഇവർ 3 പേരും സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. നീ സ്വന്തം പുത്രിയുടെ സ്ഥാനത്തുള്ള അനിയൻ്റെ ഭാര്യനെ നിൻ്റെ ഭാര്യയാക്കി വച്ചിരിക്കുകയാണ്. അധർമ്മിയുടെ കർമ്മമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധർമ്മിയായ നിന്നിൽ ഞാൻ അസഹായം ചോദിച്ചു വരുമെന്ന് നീ വിചാരിച്ചത് നിൻ്റെ കർമ്മത്തെക്കുറിച്ച് നീ അറിയാത്തത് കൊണ്ട്, നിനക്ക് നിൻ്റെ ബുദ്ധി ശരിയായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് എന്ന്. അതുകൊണ്ട് ഈ ലോകത്തിലും അങ്ങനെ തന്നെയല്ലേ? ഇന്നത്തെ ലോകത്തെ മനുഷ്യന്മാരെയൊന്ന് നോക്കിയേ, ഇത്തരത്തിൽ പാപകർമ്മങ്ങൾക്ക് യാതൊരു രീതിയുള്ളതായിട്ടുള്ള വില കൽപ്പിക്കാത്ത മനുഷ്യന്മാർ.
ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്, ഞാൻ ചെയ്യുന്നത്, ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല, ഞാൻ ആരെയും വിഷമിപ്പിക്കുന്നില്ല, ഇങ്ങനെയുള്ളതായിട്ടുള്ള വിചാരത്തോടെ ജീവിക്കുകയാണ്. പക്ഷേ അവരുടെ കർമ്മം ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് പാപങ്ങൾ അറിയാതെ പാപത്തിൻ്റെ ലിസ്റ്റിൽ പെടുത്താതെ പാപം ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഈ കടുത്ത കാലഘട്ടത്തിൽ. ഈ കോടതിയുടെ പല നിയമങ്ങൾ പോലും മനുഷ്യന്മാർക്ക് ധാർമ്മികത വേണ്ട എന്നുള്ള രീതിയിലായിപ്പോയില്ലേ ജീവിതത്തിൽ. പതി പത്നി റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ, പതി പത്നി ബന്ധത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന യാതൊരു പരിശുദ്ധികൾക്കും വിലയില്ല എന്ന് പറയുന്ന രീതിയിലാക്കി കളഞ്ഞില്ലേ ഈ കലിയുഗം. അല്ലാണ്ട് ഇപ്പം എന്ത് പറയാനല്ലേ. ഇങ്ങനെയുള്ളതായിരിക്കുന്ന കലിയുഗത്തിൽ ധർമ്മഭ്രഷ്ടരായിരിക്കുന്ന മനുഷ്യന്മാർ അവരിനി എന്ത് തന്നെ പൂജ പാഠം കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ, ഞാൻ ഭക്തനാണെന്ന് വിശേഷിപ്പിച്ചോട്ടെ, കാര്യങ്ങൾ ചെയ്തോട്ടെ, ഈശ്വരൻ്റെ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നതല്ല. ഭഗവാൻ ഒരിക്കലും അധർമ്മത്തിന് കൂട്ടു നിൽക്കില്ല. നിങ്ങൾ കുറേ പൈസ കള്ളത്തരത്തിൽ ഉണ്ടാക്കിയിട്ട് ആ പൈസയൊക്കെ കൊണ്ടുപോയിട്ട് ഈശ്വരനെ ഞാൻ അമ്പലത്തിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ഭഗവാന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ സമർപ്പിച്ചിട്ടുണ്ട്, അത് കാരണം ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നെങ്കിൽ അവർക്കുള്ളതായിട്ടുള്ള വാണിങ്ങാണ്. ഭഗവാൻ അത്തരത്തിൽ അധർമ്മികൾക്ക് കൂട്ടു നിൽക്കാറില്ല, അധർമ്മികളുടെ സഹായം സ്വീകരിക്കാറില്ല, അധർമ്മികളുടെ കൂടെ നിൽക്കാറുമില്ല. അതുകൊണ്ട് ബുദ്ധിയെ ശുദ്ധാക്കണം. ബുദ്ധിയാണ് നമ്മളെ ചതിക്കുന്നതായിട്ടുള്ള സാധനം. അഹങ്കാരം ഉണ്ടാവുക ബുദ്ധിയിലാണ്. ഞാൻ ഇത്ര വലിയ ആളാണ്, എനിക്കത് ബുദ്ധിയുണ്ട്, ഇന്ന പദവിയുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊക്കെ കൊണ്ട് കറക്കി കൂട്ടി വെക്കുക എവിടെയാണ്? നമ്മുടെ ബുദ്ധിയുടെ പണിയാണ്. ബുദ്ധി ഇത്തരം കാര്യങ്ങളെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് മനസ്സതിൻ്റെ കൂടെ പോകുന്നത്. അങ്ങനെ മനസ്സും ബുദ്ധിയും കൂടി ഒരു കാര്യം ചെയ്താൽ അത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇമോഷണലി വീക്കാവുന്നൊരു ഫീലിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഉപബോധ മനസ്സിനുള്ളിലേക്ക് പോവുകയും അവിടെ നമുക്ക് ഞാൻ ഉപബോധ മനസ്സിനുള്ളിൽ നിങ്ങൾ പലതവണ മിനിമം 9 തവണ ഒരു തെറ്റ് ആവർത്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ശരിയും തെറ്റും തിരിച്ചാൻ പറയാൻ പറ്റില്ല. നമ്മൾ പറയില്ലേ മനസാക്ഷിയെ കൊന്നു എന്ന് പറയില്ലേ, ഇത് തെറ്റിനെ ശരിയാന്നുള്ള വിചാരത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങും. അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിലേത് യാത്രയിൽ നിങ്ങൾ പോയാലും അവിടെയൊക്കെ നമ്മൾ വിചാരിക്കും ഞാൻ ശരിയാ ചെയ്യണമെന്നാണ്. ആ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ പ്രതീകമാണ് ബാലി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ബുദ്ധീനെ വധിക്കുക. ബാലിനെ വധിക്കുക വെച്ചാൽ വ്യക്തിയെ വധിക്കുകയല്ല ചെയ്യുന്നത്, ഒരു മനുഷ്യൻ്റെ മലിന ബുദ്ധീനെ ഇല്ലാതാക്കുക. അതാണ് ശിവപുരാണത്തിലും കാണിക്കുന്നില്ലേ, ഗണപതിയുടെ തലയറുത്തപ്പോൾ മലിന ബുദ്ധീനെ ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് മലിന ബുദ്ധിയെ ഇല്ലാതാക്കുന്നതാണ് ബാലിവധത്തിലൂടെ കാണിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴാണോ നമ്മൾ നമ്മുടെ മനസ്സും ബുദ്ധിയും രണ്ടും ശുദ്ധാവണം. അവിടെ ധ്യാനത്തിനുള്ളതായിരിക്കുന്ന വിധിയും ഇത് തന്നെയാണ്. ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ഉൾക്കാഴ്ച കൂടിയാണ്. ഒരു കാര്യം നിങ്ങൾക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കണമെങ്കിലും മനസ്സിൽ ആദ്യം ഭഗവാന്റെ രൂപം വരണം അല്ലേ? അത് കാണിക്കുന്ന ആരാ കാണേണ്ടത്? ബുദ്ധി കാണണം. അപ്പോൾ ബുദ്ധി ചിത്രം കാണിച്ചു തരണം, മനസ്സതിൻ്റെ അനുഭൂതി ചെയ്യണം. അപ്പോഴാണ് രണ്ടും ചേർന്ന് ധ്യാനാവുന്നത്. അതാണ് നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ നോക്കുമ്പോഴും കൈകൾ എങ്ങനെയാണ് പിടിക്കുക? ഇങ്ങനെയല്ലേ കൈ കൂപ്പുന്നത്. ഇത് വലത് കൈ നമ്മുടെ മനസ്സിൻ്റെയും ഇടത് കൈ നമ്മുടെ ബുദ്ധിയുടെയും പ്രതീകമാണ്. രണ്ടും ഒന്നിക്കുമ്പോഴാണ് നമുക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത്. അതായത് ബുദ്ധി എന്നുള്ള നേത്രം കൊണ്ട് ഭഗവാനെ കാണുമ്പോൾ മനസ്സ് അതിൻ്റെ അനുഭൂതി ചെയ്യുമ്പോൾ ഭഗവാന്റെ ആ ഒരു സുഖം, ആ ശക്തി ഒക്കെ നമുക്ക് ആവാഹിക്കാൻ പറ്റും. അതുകൊണ്ട് ബുദ്ധി എന്നതിനെ ശുദ്ധമാക്കിയാൽ മാത്രമേ ഈശ്വരന് തൻ്റെ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, ഈശ്വരനെ കാണാൻ പറ്റുള്ളൂ, ഡിസിഷൻസ് കറക്റ്റ് ആവുള്ളൂ, ജീവിതം ശ്രേഷ്ഠമാവുള്ളൂ. അതുകൊണ്ട് മലിന ബുദ്ധിയെ വധിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ശ്രീരാമൻ ബാലിയെ വധിച്ചതായിട്ട് കാണിക്കുന്നത്. അതും അസ്ത്രം എവിടേക്കായിരുന്നു തറച്ചത്? ഹൃദയത്തിലേക്ക്. അവിടെയും ഒരു രഹസ്യമാണ് കാണിക്കുന്നത്. കാരണം ബുദ്ധീനെ അഥവാ ശുദ്ധമാക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ജ്ഞാനമാകുന്ന അസ്ത്രം. രാമൻ്റെ അസ്ത്രമാണ് ജ്ഞാനമാകുന്ന അസ്ത്രം. ഒരു ജീവാത്മാവിൻ്റെ ഹൃദയത്തിൽ തറയ്ക്കപ്പെടണം എന്ന് വെച്ചാൽ അർത്ഥം മനസ്സിലും ബോധ മനസ്സിലും ഉപബോധ മനസ്സും ആ ജ്ഞാനത്തെ സ്വീകരിക്കുമ്പോൾ ചിത്തം എന്ന് വെച്ചാൽ അർത്ഥം ഉപബോധ മനസ്സാണ്. ഹൃദയത്തിൽ തറയ്ക്കാന്ന് വെച്ചാൽ അർത്ഥം ശരീരത്തിൻ്റെ ഹൃദയത്തിലല്ല, ആത്മാവിൻ്റെ ഹൃദയം. മനസ്സ് ബോധ മനസ്സിൻ്റെയും ചിത്തം ഉപബോധ മനസ്സിൻ്റെയും പ്രതീകമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഹൃദയത്തിൽ തറയ്ക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ശരീരത്തിൻ്റെ ഹൃദയത്തിൽ തറയ്ക്കുന്നു എന്നല്ല, ആത്മാവിൻ്റെ ഹൃദയത്തിൽ. മനുഷ്യൻ്റെ ചിത്തത്തിൽ ഭഗവാന്റെ രൂപത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ, ചിത്തത്തിൽ ഈശ്വരജ്ഞാനത്തെ സ്വീകരിക്കുമ്പോൾ, പോസിറ്റീവായിട്ടുള്ള തോട്ട്സിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ സംസ്കാരം പോസിറ്റീവാകുന്നതോടെ മനസ്സും ബുദ്ധിയും സംസ്കാരവും ആത്മാവിൻ്റെ 3 സൂക്ഷ്മ ശക്തികളാണ്. ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് അതിൻ്റെ റെക്കോർഡഡ് ഫയലായിക്കൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ വരികയും അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതുപോലെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് മനസ്സ്
പോസിറ്റീവായി മാറിക്കഴിയുമ്പോൾ, ബുദ്ധി ശുദ്ധമായി മാറിക്കഴിയുമ്പോൾ മനസ്സിന് പോസിറ്റീവ് തോട്ട്സും ബുദ്ധി അതിനെ സ്വീകരിക്കുകയും ചെയ്ത് അതിനെ കർമ്മത്തിൽ കൊണ്ടുവരുമ്പോൾ സംസ്കാരം ശ്രേഷ്ഠമാവും. അങ്ങനെ മനസ്സ്, ബുദ്ധി, സംസ്കാരങ്ങൾ ശ്രേഷ്ഠമായി തീരുമ്പോൾ ആ ജീവാത്മാവിന് ഈശ്വരൻ്റെ സഹായിയായി മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് കിഷ്കിന്ധ നഗരിയിൽ വന്നപ്പോൾ കിഷ്കിന്ധ നഗരിയെ കൈയടക്കാൻ വേണ്ടിക്കൊണ്ട് ആദ്യം ബാലിയെ വധിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പം ബുദ്ധിയിലെ മാലിന്യത്തെ കളഞ്ഞ് ശുദ്ധമാക്കി ഈശ്വരൻ്റെ സേവനത്തിന് യോഗ്യമാക്കുകയാണ്. അതുകൊണ്ട് ബുദ്ധിയെ ശുദ്ധമാക്കാൻ വേണ്ടതായിരിക്കുന്ന വിദ്യ എന്താണ്? ഇതും ഗീതയിലും പറയുന്നുണ്ട്, അർജുന നീ ബുദ്ധിയോഗം ഞാനുമായി ചേർക്കൂ എന്ന്. ബുദ്ധി കൊണ്ട് ഭഗവാനെ ദർശിക്കുക, അതാണ് ബുദ്ധിയെ ശുദ്ധമാക്കാനുള്ള വഴി. അതുകൊണ്ടാണ് ബുദ്ധി ആകുന്ന ബാലിയുടെ അടുത്ത് രാമൻ വന്ന് പറയുകയാണ്, ഈ ഒരു അധർമ്മി നീ ആയതുകൊണ്ടാണ് എനിക്ക് ഈ രീതിയിൽ നിന്നെ വധിക്കേണ്ടി വന്നത് എന്ന്. അടുത്ത നിമിഷം മാറുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ രാമൻ്റെ വാക്കുകളാണ് ബാലിയുടെ ഹൃദയത്തിൽ തറച്ചത്, അസ്ത്രമല്ല ശരിക്കും തറയ്ക്കുന്നത്. അപ്പോൾ ഈ ജ്ഞാനമാകുന്ന അസ്ത്രം അഥവാ വാക്കുകളിലൂടെ ജ്ഞാനം ചെന്ന സമയത്ത് അടുത്ത നിമിഷം ബാലി ഉടനെ രാമനെ സ്തുതിക്കുകയാണ്. ഭഗവാനെ എന്ത് തന്നെ പറഞ്ഞാലും ഇങ്ങനെയൊക്കെ പാപത്തിൻ്റെ വഴിയിൽ ഞാൻ പോയിട്ടും അങ്ങ് എനിക്ക് ഭക്തിയുടെ ഫലം തന്നതാകുമല്ലേ, അങ്ങയുടെ സാമീപ്യത്തിലൂടെ അങ്ങയിൽ നിന്ന് വന്നതായിരിക്കുന്ന അമ്പിലൂടെ എനിക്ക് മൃത്യു വരിക്കാനായല്ലോ, ഞാൻ ഭാഗ്യശാലി എന്ന് പറയുകയാണ്. ഇതാണ് റിയലൈസേഷൻ. ഇവിടെയാണ് ബുദ്ധിയുടെ അത്ഭുതം നമ്മൾ കാണുന്നത്. ഏത് നിമിഷത്തിലാണോ ബുദ്ധിയുടെ മാലിന്യം നഷ്ടമാവുന്നത്, അടുത്ത നിമിഷം അടുത്ത് നിൽക്കുന്ന ഭഗവാനെ കാണുകയാണ്. അങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് ഈശ്വരനിൽ ബുദ്ധി അർപ്പിച്ചുകൊണ്ട് മനസ്സിൽ ഭഗവാന്റെ അനുഭൂതി നുകർന്നുകൊണ്ട് ഭഗവാനെ ഓർമ്മിച്ച് ഒരു ജീവാത്മദേഹം വിടുമ്പോൾ ആ ആത്മാവിന് സദ്ഗതി സംഭവിക്കും. അങ്ങനെ ജീവാത്മ തൻ്റെ ശുദ്ധമായ വഴിയിലൂടെ ഈ വാനരസേനയിലെ അഥവാ കിഷ്കിന്ധ നഗരിയിലെ വാനരൻ എപ്പോഴാണോ തൻ്റെ മനസ്സിനെ ശാന്തമാക്കി ബുദ്ധിനെ ശുദ്ധമാക്കി സംസ്കാരത്തിന് ശ്രേഷ്ഠമാക്കിക്കൊണ്ട് ഭഗവാന്റെ കൂടെ നടക്കാൻ തുടങ്ങുന്നത്, അന്നു മുതൽ ആ ജീവാത്മ സദ്ഗതിയിലേക്കുള്ള യാത്രയിലാണ്. അതാണ് ഈ സന്ദർഭത്തിൽ ബാലിവധത്തിലൂടെ രാമായണം വാത്മീകി മഹർഷി നമുക്ക് തരുന്ന സന്ദേശം. മനസ്സിലായോ ഭായി? മനസ്സിലായി. ഓം ശാന്തി.